അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സംസാരിക കേരളത്തിൻ്റെ നെറുകയിൽ സ്വർഗീയ വസന്തത്തിൻ്റെ ആലയോലകളിൽ ആസ്വദിച്ചുകൊണ്ട് കോൺഗ്രസ് 2025 വർണ്ണാഭമായ ഈ വേദിയിൽ ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. എൻ്റെ കഥയുടെ പേര് ആട്ടിടയൻ്റെ പ്രയാണം. എല്ലാ പ്രവാചകന്മാരും ആട്ടിടയന്മാരായിട്ടുണ്ട്. ആട്ടിപ്പറ്റത്തെ മേച്ചാണ് അവർ സമൂഹത്തെ സൽവരിതാക്കാൻ പരിശീലിച്ചത്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആടിനെ മേച്ചിട്ടുണ്ട്. ഇതാ മനോഹരമായ ആട്ടിടയൻ്റെ സംഭവത്തിലേക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉറ്റ ചങ്ങാതി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു വലിയ മരച്ചരിവിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അതാ വഴിയിൽ അല്പമകലെ ഒരു വലിയ ആട്ടുംകൂട്ടത്തെയും അവയെ മേക്കുന്ന ആട്ടിടയനെ കണ്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും നല്ല ദാഹമുണ്ടായിരുന്നു. ആട്ടിടയൻ അരികിലെത്തിയതും ആടുകളിൽ നിന്ന് കുടിക്കാൻ അല്പം പാൽ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആട്ടിടയൻ പറഞ്ഞു, ഞാൻ വിശ്വസ്തനായ ആട്ടിടയനാണ്. യജമാനൻ്റെ സമ്മതമില്ലാതെ എനിക്ക് ആടുകളിൽ നിന്ന് പാൽ തരാനാവില്ല. ഉഖ്ബത്ത് ബിൻ അബീ മുഅത്തിൻ ആടുകൂട്ടമായിരുന്നു അത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇതിൽ പ്രസവിക്കാത്തതും കറവ് പറ്റിയതുമായ ആടുകളുണ്ടോ? അതെ, ഉണ്ട്. ആട്ടുപറ്റത്തിൽ നിന്ന് കറവ് പറ്റിയ 1-2 എണ്ണത്തിനെ കാണിച്ചു കൊടുത്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അതിൽ നിന്ന് ഒരെണ്ണത്തിനെ പിടിച്ചു. എന്നിട്ട് അല്ലാഹു തആലയുടെ നാമത്തിൽ ഒരു വിട്ട് ദുആ ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം അതീവ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ആട്ടിടയൻ. അത്ഭുതം! നേരത്തെ പറ്റിക്കിടന്ന ആടിൻ്റെ അകിടി എല്ലാത്തിനേക്കാളും ഭംഗിയുള്ളതായി നിറഞ്ഞിരിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന പാത്രത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കറന്നെടുക്കുകയും മതിവോളം കുടിക്കുകയും ചെയ്തു. ബാക്കി ആട്ടിടയന് നൽകുകയും ചെയ്തു. ആട്ടിടയന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിരുകളില്ലാത്ത സ്നേഹവും അതിൽ തീരത്തെ ചുംബിക്കുന്ന തിരമാലകൾ പോലെ പരിപുണർന്നപ്പോൾ ആട്ടിടയൻ ആശ്ചര്യത്തോടെ അത് വാങ്ങിക്കുടിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിട്ട ദിവ്യവചനം ഒന്ന് എനിക്ക് പഠിപ്പിച്ചു തരുമോ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അപ്പോൾ മുത്തുനബി സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ തല തടവുകയും ദുആ ചെയ്യുകയും ചെയ്തു. ഈ സംഭവം ആട്ടിടയനെ ഇസ്ലാമിലേക്ക് എത്തിച്ചു. ഈ ആടിനെ വെച്ച് കൊണ്ടുവന്ന ആട്ടിടയൻ ആരാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അത് പിൻകാലത്തെ പ്രമുഖ പണ്ഡിതൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പ് വാഹകനും രഹസ്യ സൂക്ഷിപ്പുകാരനുമായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. കൂട്ടരെ, ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് കണ്ട് ഇസ്ലാമിലെ സ്വഹാബികളായി മാറിയ ആട്ടിടയൻ്റെ പ്രയാണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.